ചെറ്റത്തരം കാണിക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ചെറ്റത്തരം കാണിക്കരുത്, വേറെയൊന്നുമല്ല. ഞാൻ ഇന്ന് ഒരു ഇത് കേട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോയിസ് ക്ലിപ്പ്. അതിൻ്റെ അകത്ത് രേണുവിൻ്റെ മാനേജറാവുമല്ലോ കരിഷ്മ കപൂർ. എനിക്കൊന്നും അറിയില്ല കേട്ടോ, കരിഷ്മ കപൂർ സിനിമാ താരം എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെടോ അതിൻ്റെ അകത്ത് പറയുന്ന ആ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോഴും എനിക്ക് തോന്നിയെന്താണെന്നറിയാം, വെറുതെ അല്ലടോ ഇവരെല്ലാം എല്ലാവരും ഇങ്ങനെ പറയുന്നത്. അതായത് വോയിസ് ക്ലിപ്പിലുള്ള ഒരു സ്ത്രീ പറയുകയാണ്, 3 വർഷത്തോളം അയാൾ എൻ്റെ കൂടെയായിരുന്നു, അതായത് കരിഷ്മേൻ്റെ ഭർത്താവ് പോലും. ഞങ്ങൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ ലിവിങ് ടുഗദർ ആയിരുന്നു, അതിലൊരു മോളും ഉണ്ടെന്ന്. ഇമാതിരി ചെറ്റത്തിന് ഒരു പെണ്ണുങ്ങളും കാണിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാരണവശാലും കുട്ടീനെ ഉണ്ടാക്കരുതായിരുന്നു. ആ പെൺകുട്ടി എത്രമാത്രം ഇനി എന്താ പറയേണ്ടത് നാണക്കേട് അനുഭവിക്കണം എന്നറിയാം. 10-13 വർഷമായി പോലും ഇപ്പോഴാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് കല്യാണം കഴിക്കാതെ ഒരുത്തൻ്റെ കൂടെ പോയിട്ട് ലിവിങ് ടുഗദർ എന്ന് പറയുന്നൊരു പേരും ഉണ്ടാക്കിയിട്ട് അവിടെ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞും ഉണ്ടാക്കിയിട്ട് ഇപ്പം അവനൊരു ഉത്തരവാദിത്വവും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ അമ്മേനെ എന്താ വിളിക്കുക അവർ? ഈ അമ്മേനെ അതേ പേരിലല്ലേ വിളിക്കുക? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങൾ ഒരിക്കലും ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ആ പരിപാടിക്ക് നിൽക്കരുത്. കാരണം എന്താ അറിയാം, ഇവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്നിട്ട് പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയും തട്ടി പോവാടുന്നത്. ആ സ്വഭാവം കാണിക്കും, നായികളെ സ്വഭാവം കാണിക്കും നിങ്ങൾ. അതായത് ഒരു തരത്തിലുള്ള ബന്ധവും ഇനി ഉണ്ടാവില്ല. ചില നായ്ക്കൾ തിരിഞ്ഞിട്ടൊക്കെ നോക്കും, അതുപോലും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന നാണംകെട്ട പരിപാടി പരമാവധി ഒഴിവാക്കുക. ഇനി അത് നിങ്ങൾക്ക് തീരുവയോ അത് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാക്കാണ്ടിരിക്കും, അതാ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഫോണിൽ വന്ന് പറയുക, ഓള് തട്ടിയെടുത്തു എൻ്റെ ഭർത്താവിനെ, ഇവള് തട്ടിയെടുത്തു, അയാളുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനൊന്നും കൊടുക്കുന്നില്ല. എന്തെന്നാ പറയുന്നത് ഇവരൊക്കെ? എനിക്ക് കാര്യത്തിലേക്ക് വരാം. ആ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രേണുവിനോട് വിരോധമൊന്നുമില്ല, പക്ഷേ രേണുവും ഇവരെല്ലാവരും കൂടിയിട്ട് ദുബായിൽ പോകുന്ന കാര്യവും അതുപോലെ രേണുവിനെ കയറ്റിവിടുന്നത് ഈ കരിഷ്മ കപൂറാണെന്നാണ് പറയുന്നത്. കരിഷ്മ കപൂറും കരിഷ്മ കപൂറിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ കൊച്ചിൻ്റെ അച്ഛൻ. അപ്പോൾ ഇവർ രണ്ടും കൂടിയാണ് രേണു സുധീൻ്റെ മാനേജർ രേണു സുധീനെ കയറ്റിവിടുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രേണു സുധിയോട് എനിക്ക് വേറെ ഒരു വൈരാഗ്യവുമില്ല, രേണു സുധീനെ തകർക്കവും വേണ്ട എനിക്ക്. പക്ഷെ അതിൻ്റെ പേരിൽ അതിൻ്റെ പുറകിൽ കളിക്കുന്ന ഇവരുടെ സ്വഭാവം നിങ്ങൾ എല്ലാവരും അറിയണം. ആരെ? കരിഷ്മ കപൂറിൻ്റെയും ഭർത്താവിൻ്റെയും. അവർ രണ്ടുപേരും ഫ്രോഡുകളാണെന്ന് ആരാ പറയുന്നത്? കല്യാണം കഴിക്കാതെ ഒരുത്തൻ്റെ കൂടെ താമസിച്ച് അവൻ്റെ അടുക്കുന്ന ഒരു കൊച്ചിനെ ഉണ്ടാക്കിയ ഒരു സ്ത്രീയാണ് പറയുന്നത് എന്ന്. ഇവളെയും ഓളെ ഭർത്താവിനെയും തകർക്കണമെന്ന്. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഈ രേണുവിൻ്റെ പേരും പറഞ്ഞിട്ട് ഇവന്മാർ പല കളികളും ഇവിടെ കളിക്കുന്നുണ്ട്. ഒരു പക്ഷേ രേണു ഇത് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ രേണുവിന് എന്തെങ്കിലും ചില്ലറ കിട്ടുന്നതുകൊണ്ട് രേണു മിണ്ടാതിരിക്കുന്നതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ദുബായിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് സാധാരണക്കാർക്കൊന്നും ടിക്കറ്റ് കിട്ടുന്നില്ല. 10-70,000 റുപ്യ വേണം. പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ നല്ല പൈസ വേണം. ആ ഒരു സമയത്തൊക്കെ രേണുവിന് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല പിടിപാടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ പിടിപാടുള്ളതുകൊണ്ട് മാത്രമായിരിക്കാം രേണുവിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പം അതിൻ്റെ പുറകിൽ ഇവർ രേണുവിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ രേണുവിനെ കൊണ്ട് പോകേണ്ട ഉദ്ദേശം എന്താണ്? അതായത് ബാർ ഉദ്ഘാടനത്തിനായാലും വേറെ എന്ത് ഉദ്ഘാടനത്തിനായാലും രേണു അത്ര വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല. അതായത് രേണുവിനെ കൊണ്ടുപോയിട്ട് 10-70,000 രൂപ അങ്ങോട്ടും 70,000 രൂപ ഇങ്ങോട്ടും 1,40,000 രൂപയും പിന്നെ അവരുടെ വിസയും അതുപോലെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും പിന്നെ അവർക്ക് ഡാൻസ് ചെയ്യാനുള്ള സൗകര്യം ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് തുകയും കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് രേണു അത്ര വലിയൊരു വലിയ സെലിബ്രിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ പുറകിൽ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. എന്താ സംഭവം എന്ന് നമുക്കറിയില്ല കേട്ടാ. പല തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പുറകിൽ വലിയ എന്തോ ഒരു വലിയ ഡീല് നടക്കുന്നുണ്ട്. അത് ചിലപ്പോഴൊന്നും തന്നെ രേണുവിന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നിക്ക് മനസ്സിലായി വരുമ്പോഴേക്കും തന്നെ രേണു മാറും. അതുകൊണ്ടാണ് ഞാൻ രേണുവിനോട് പറയുന്നത്, ചാണകം ചാരിക്കഴിഞ്ഞാൽ ചാണകയെ മണക്കുള്ളൂ. അതായത് പണ്ടൊരു ചൊല്ലുണ്ട്, തൂറിയനെ ചുമന്നു കഴിഞ്ഞാൽ ആ ഇത് മാത്രമേ മണക്കുള്ളൂ, അല്ലാതെ ചന്ദനത്തിന് നിങ്ങൾ ചുമന്നു കഴിഞ്ഞാൽ ചന്ദനം മണക്കും. അതുകൊണ്ട് തന്നെയാണ് രേണുവിനോട് പറയാനുള്ളത്, നിങ്ങളെ മാനേജറായാലും വേണ്ടിയില്ല. പിന്നെ നിങ്ങൾ ചില സ്ഥലത്തൊക്കെ പറയുന്നത് കേട്ടു, എൻ്റെ മാനേജർക്ക് മാത്രമേ അറിയുള്ളൂ പൈസ എത്രയാണെന്ന്. അതായത് എന്ത് മാനേജർ എന്നാണ് പറയുന്നത്? അവരേ ഭൂലോക ഉടായ്പകൾ, ആ ഉടായ്പകളെ മാനേജറാക്കി വെച്ചിട്ട് നിങ്ങൾ എന്ത് മാനേജർ എന്നാണ് പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നല്ലൊരാളാണെങ്കിലും ഓക്കെ, നല്ല സ്ത്രീയാണെങ്കിലും ഓക്കെ, ശരിയാണ്, അവർ മാനേജറായി നിന്നോട്ടെ, അവരവരുടേതായ ഇത് ചെയ്തോട്ടെ എന്ന് വിചാരിക്കാം. ഇതിപ്പോഴും അവരെ പറ്റിയിട്ട് ഗുരുതരമായ ഒരു ആരോപണം, ഒരു സ്ത്രീയുടെ കൂടെ കഴിയുക, അവർക്കൊരു കൊച്ചിനെ സമ്മാനിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം അവരെ ഉപേക്ഷിച്ച് പോവുക, അതും ലിവിങ് ടുഗദർ. അതുകൊണ്ട് തന്നെ സ്വത്ത് കൊടുക്കണ്ട, ചെലവിന് കൊടുക്കണ്ട, ഒന്നും വേണ്ടായിരുന്നു. നായികളെ പോലെ ഇങ്ങനെ പൊടിയും തട്ടിയിട്ട് അങ്ങ് പോയായിരുന്നു. എനിക്ക് അന്നും ഇന്നും ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ഒരു കാരണവശാലും ഈ കഥ ഇന്ന് നിൽക്കരുത്. ഇതൊക്കെ കഴിയുന്നതെന്ന് പറഞ്ഞാൽ വലിയ സെലിബ്രിറ്റികൾക്കാണ്. ഇതൊക്കെ കൊച്ചിയിലുള്ള ചില സെലിബ്രിറ്റി അമ്മമാർ അവർക്കേ കഴിയുള്ളൂ.
എന്താണെന്ന് വെച്ചാൽ ഈ ലിവിങ് ടുഗദറും മറ്റേതെല്ലാം അവരുടെ വാക്കും കേട്ടിട്ട് നമ്മളില്ലേ നമ്മൾ പോയിട്ട് സാധാരണക്കാർ പോയിട്ട് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലേ അതായത് ഓൻ്റെ പൊടിയും തട്ടി പോകും. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് പോയാൽ പലരും എന്ന് പറഞ്ഞാൽ ഇന്ന് ഡിപ്രഷൻ അടിച്ചിട്ട് വഴിയിലൂടെ നടക്കല. കാരണം എന്താ അറിയാ, അവൻ്റെ പണിയും നോക്കി പോയിട്ട് അവനൊക്കെ ഇപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്നത്. ഈ സ്ത്രീ ആണെങ്കിലോ ഇവർക്ക് കുടുംബവും ഉണ്ടാവില്ല, കുട്ടികളും ഉണ്ടാവില്ല, ഒരു വസ്തു ഉണ്ടാവില്ല. കാരണം എന്താ, നീ ഓൻ്റെ കൂടിയല്ലായിരുന്ന, അല്ലെങ്കിൽ നീ ഓൻ്റെ കൂടിയല്ലായിരുന്നാ പറയാം. അതുകൊണ്ട് ഇവരിങ്ങനെ നശിച്ചു പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൈസയും സാമ്പത്തികവും കാര്യങ്ങളും മുഴുവൻ കൊണ്ടുപോയിട്ടുണ്ടാകും. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആ സമയത്ത് എന്താ വേണ്ടതെന്ന് അറിയാം. നമ്മളെ ബെസ്റ്റിയും ഗിസ്റ്റിയും കുഷ്ടിയും മഷ്ടിയെല്ലാം ഉണ്ടാവുമായിരുന്നേ. ഐറ്റങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിക്ക് അപ്പുറത്ത് നിൽക്കണം. കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കല്യാണം കഴിക്കണം. നിങ്ങളിനി കുട്ടികളില്ലെങ്കിൽ കുഴപ്പമില്ല, കല്യാണം കഴിക്കുക. എന്നാൽ തന്നെ എന്ന് പറഞ്ഞാൽ അവനൊരു ഉത്തരവാദിത്വം ഉണ്ടാകും. ഇല്ലെങ്കിലില്ലേ ഒരു പട്ടിയുടെ വില പോലും ഒന്നും തരൂല. അതിലേ എനിക്ക് പറയാനുള്ളൂ. ഈ സ്ത്രീക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. ലിവിങ് ടുഗദർ അതൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന സംഭവമാണ്. ഇവിടെ കുറേ മലയാളികൾ അതിൻ്റെ പിന്നെ എന്താ മലയാള വേർഷൻ കൊണ്ട് ഇറക്കാൻ വേണ്ടി നോക്കുന്നതാണ്. ടൈറ്റാനിക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് കണ്ടിട്ട് നമുക്ക് മലയാളത്തിൽ ഇറക്കാൻ പറ്റുക. അതേപോലെ യുവമാർ ചെയ്യുന്നത് അവിടെ ഇംഗ്ലീഷുകാരും മറ്റുള്ളവരും ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ കോപ്പി അടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള കുറച്ച് മങ്കമാരും ഗിങ്കമാരും ഗുങ്കമാരൊക്കെ കൂടിയിട്ട് നോക്കുന്ന പരിപാടിയാണ് ലിവിങ് ടുഗദർ. അതായത് ഒന്നുമില്ല, ഒരു ഇതുമില്ല. കാരണം എന്താ, ഭാര്യ ഈ ഭർത്താവ് എന്നുള്ള പരിപാടിയൊന്നുമില്ല. ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഓൻ വേറെയാരെങ്കിലും കൂട്ടിയിട്ട് വരും, ഓള് വേറെയാരെങ്കിലും കൂട്ടിയിട്ട് വരും. എല്ലാം നോക്കുമ്പോഴേക്ക് ലിവിങ് ടുഗദറാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാ പീ എന്ന് പറയും. അത്ര തന്നെ. അതായത് പണ്ടൊക്കെ ഇത് ഉണ്ടായിരുന്നോ, ഒഴിമുറി എന്ന് പറയുന്ന ഒരു സിനിമയില്ലേ, ആ സിനിമയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് അങ്ങോട്ട് കയറൂല. അതായത് ഭാര്യൻ്റെ റൂമിലേക്ക് വേറെ ആളുണ്ട്. അതന്നെയാണ് ലിവിങ് ടുഗദർ. ശരിക്കും പറഞ്ഞാൽ ആ ലിവിങ് ടുഗദർ ഇപ്പോൾ ഒന്ന് പരിഷ്കരിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം എനിക്ക് രേണു സുധീനെ തകർക്കേണ്ട ആവശ്യമില്ല, എനിക്ക് കരീഷ്മ കപൂറിനെ തകർത്താൽ മതി എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അതായത് അവർക്ക് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവരെ പുക കാണണം. കാരണം എൻ്റെയും കുഞ്ഞിൻ്റെയും ജീവനം നശിപ്പിക്കുകയാണ്. ഇത് സംഭവം ഇതാണ്. ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങാതി ആദ്യം കല്യാണം കഴിച്ച കരീഷ്മ കപൂറിനെ ആയിരിക്കും. അല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചതിവ് പറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവനെ പ്രേമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആണുങ്ങൾ പല തരത്തിലും വരും മക്കളെ. അതായത് പഞ്ചാര തേൻ ഒലിപ്പിച്ചുകൊണ്ട് വരുവാണെന്ന് വാഗ്ദാനങ്ങൾ, മോഹന വാഗ്ദാനങ്ങളായിട്ട് വരും. നിന്നെ കിട്ടും, അതായത് നിന്നെ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വരും. നീ എൻ്റെ ജീവനാന്ന് പറഞ്ഞിട്ട് വരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പുഴയിൽ ചാടുമെന്ന് പറയും. ഒരിക്കലും ചാടാൻ പോകല്ലേ, കാരണം വളപട്ടണത്തിൽ ചാടിയവൻ്റെ ഗതിയാവുമായിരുന്നു. അവിടെ കാമുകിനെയും കൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പുഴയിൽ ചാടുമെന്ന് പറഞ്ഞു. അങ്ങനെ ചാടി നോക്കുമ്പോഴേക്ക് ഓള് നീന്തി രക്ഷപ്പെട്ടു, ഇവനെ നിങ്ങൾ മുങ്ങിച്ചാവുകയും ചെയ്തു. അങ്ങനെയും പെരുവട്ടാ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ വാക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നീന്തറിയോ എന്ന് വരെ നോക്കണമായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ ലോകത്ത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ? അതായത് ഈ പിന്നെന്താ പറയേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന ഈ സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ എന്താ പറയണ്ടേ, ഈ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്ന പരിപാടി എന്താണെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് അതിന് നിന്നിട്ട് ഇനിയിപ്പം വിളിച്ചു പറഞ്ഞിട്ട് യാതൊരു കാര്യവും. അതുകൊണ്ട് രേണു സുധിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പേരിൽ ഇവിടെ പല ഫ്രോഡുകളും കളിക്കുന്നുണ്ട്. ആ ഫ്രോഡുകളാണ് ഒരു പക്ഷേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടാവുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഫ്രോഡ് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇതിൽ ബലിയാടാകും, വലിയ കണ്ണിയാവും. ഞാൻ പറഞ്ഞില്ലേ, വിദേശത്ത് ചിലപ്പോൾ ജയിൽവാസം വരെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്.